നമസ്കാരം. നിങ്ങൾ 35 വയസ്സിനോ 40 വയസ്സിനോ ഇടയ്ക്ക് പ്രായമുള്ള ഒരാളാണോ? അതുപോലെ തന്നെ കാര്യമായിട്ട് സമ്പാദിക്കാനോ സേവ് ചെയ്യാനോ ഒന്നും സാധിക്കാത്ത ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ എപ്പോൾ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് സംസാരിച്ചാലും നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എത്ര നേരത്തെ തുടങ്ങുന്നതാണോ അത്ര നല്ലത് എന്ന് നമ്മൾ പറയും, അല്ലെ? എത്ര നേരത്തെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു അത്രയും നല്ലത്. കാരണം കൂടുതൽ വർഷങ്ങൾ കഴിയുന്ന സമയത്ത് നല്ലൊരു കോർപ്പസ് ബിൽഡ് ചെയ്യാൻ നേരത്തെയുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മളെ സഹായിക്കും. പക്ഷെ എല്ലാവർക്കും അത് സാധിച്ചു എന്ന് വരില്ല. സാധാരണക്കാരായ പലരും കുടുംബ സാഹചര്യങ്ങളും അല്ലെങ്കിൽ തൊഴിൽപരമായ സാഹചര്യങ്ങളും വലിയ ശമ്പളം ഉണ്ടാവണമെന്നില്ല, അത്തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് പലപ്പോഴും ഇത്തരത്തിൽ യങ് ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 20s അവരുടെ 20കളിലുള്ള കാലഘട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കുന്നത് ഒരു 35-40 വയസ്സ് പ്രായമൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ അവരുടെ 35 to 40 എന്ന് പറയുന്ന ഒരു ഏജ് ഉണ്ടാവുന്ന ഒരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ ഒരു കോർപ്പസ് ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ? ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടാൽ മാത്രമേ എന്താണ് ഈ സ്ട്രാറ്റജി അല്ലെങ്കിൽ എന്താണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ബോസ്വാല മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. സോ 35-40 വയസ്സിനുമുള്ള ഒരു കാലഘട്ടത്തിൽ, ആ ഒരു പ്രായമുള്ള ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും പോസിബിൾ ആവുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. സോ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇൻവെസ്റ്റ്മെന്റിന്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന്റെ, പണം സേവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന്റെ ഒരു പവറിനെ കുറിച്ചാണ്. എന്താണ് ഈ ഒരു പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ 25 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവതി 25ാമത്തെ വയസ്സിൽ 2 ലക്ഷം രൂപ ലംസമായിട്ട് നിക്ഷേപിക്കുന്നു എന്നിരിക്കട്ടെ. ആ ഒരു 2 ലക്ഷം രൂപ ഈ ലംസമായിട്ട് നിക്ഷേപിച്ച ഈ 2 ലക്ഷം രൂപ ഈ 25 വയസ്സ് ഇപ്പോഴുള്ള ആള് 60 വയസ്സ് എത്തുന്നത് വരെ ഈ 2 ലക്ഷം രൂപ തൊടുന്നില്ല. അവർ 2 ലക്ഷം രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്തു, ഏതോ ഒരു ഫണ്ടിലോ, അങ്ങനെ അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ഏതോ ഒരു ഫണ്ടിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. ഈ ഇൻവെസ്റ്റ് ചെയ്ത പണം 60 വയസ്സ് വരെ ഈ ഒരാൾ ടച്ച് ചെയ്യുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഈ 2 ലക്ഷം രൂപ 25ാം വയസ്സിൽ നിക്ഷേപിച്ച 2 ലക്ഷം രൂപ 60 വയസ്സാകുമ്പോഴേക്കും 1 കോടി രൂപയാകുന്നു എന്നതാണ് അതിന്റെ ഒരു പ്രോസസ്സ്. ഈ 1 കോടി രൂപ എന്ന് പറയുന്നത് നമ്മൾ ഒരു 12% ഏകദേശ കണക്കാണ്. ഏകദേശം നമുക്ക് ഇതുവരെ കാലാകാലങ്ങളായിട്ട് ഇതിന്റെ റിട്ടേൺ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 12%-ഓളമാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്നും മറ്റും ഇൻവെസ്റ്റ്മെന്റ്, നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്നും മറ്റും റിട്ടേൺ ആയിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതൊരു ഏകദേശ കണക്കായിട്ടാണ് ഞാൻ പറയുന്നത്. അത് വേരി ചെയ്യാം, കുറയാനോ കൂടാനോ സാധ്യതയുണ്ട്. സോ എന്നാൽ ഒരു 12% റിട്ടേൺ എന്ന് പറയുന്ന ഒരു കണക്ക് വെച്ച് നോക്കുന്ന സമയത്ത് 2 ലക്ഷം രൂപ 1 കോടി രൂപയായി മാറുന്ന ഒരു പ്രോസസ്സ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതേ സമയത്ത് ഈ ഒരു ആദ്യത്തെ ആൾ എ എന്ന് വിചാരിക്കുക, രണ്ടാമത്തെ ആൾ ബി എന്ന് പറയുന്ന ആള് 30ാം വയസ്സിലാണ് ഈ ഒരു 2 ലക്ഷം രൂപ ലംസമായിട്ട് നിക്ഷേപിക്കുന്നത്. 30ാം വയസ്സിൽ നിക്ഷേപിച്ച ആള് 60 വയസ്സ് വരെ കാത്തിരിക്കുന്ന സമയത്ത് അയാൾക്ക് ലഭിച്ച തുക എത്രയാണ്? ബി എന്ന് പറയുന്ന ആൾക്ക് ലഭിക്കുന്ന തുക എത്രയാണ്? അത് 60 ലക്ഷം രൂപയായിരിക്കും. 25ാം വയസ്സിൽ നിക്ഷേപിച്ച ആൾക്ക് ലഭിക്കുന്നത് 1 കോടി രൂപ, 30ാം വയസ്സിൽ നിക്ഷേപിച്ച ആൾക്ക് ലഭിക്കുന്നത് 60 ലക്ഷം രൂപയും. ഇനി 40ാം വയസ്സിലാണ് ഒരാൾ നിക്ഷേപിക്കുന്നത് എന്നിരിക്കട്ടെ. 40ാം വയസ്സിൽ 2 ലക്ഷം രൂപ നിക്ഷേപിക്കുന്ന സമയത്ത് അത് 60 വയസ്സാകുമ്പോഴേക്കും 20 വർഷത്തിന് ശേഷം അതാവുന്നത് 40 ലക്ഷം രൂപയായിരിക്കും. സോ ഇതാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എത്ര യങ് ഏജിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു, എത്ര ചെറിയ പ്രായത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോ അത്രയും റിട്ടേൺ, അത്രയും കാലം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വളരെ ചെറിയ പ്രായത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ കുറച്ചധിക കാലം അത് ആ ഇൻവെസ്റ്റ്മെന്റ് അവിടെ കീപ്പ് ചെയ്താൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിന്റെ ഇരട്ടിയിലധികം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ പവർ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ, എല്ലാ ആളുകൾക്കും ഈ ഒരു യങ് ഏജിൽ ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ഒരുപാട് പണം സമ്പാദിച്ചുകൊണ്ട് അത് ലംസമായിട്ട് മറ്റൊരു സ്ഥലത്ത് നിക്ഷേപിക്കാൻ പറ്റി എന്ന ഒരു സാഹചര്യം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് പ്രാക്ടിക്കൽ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ അവർക്കും ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം. ഈ ഒരു ചെറുപ്പത്തിൽ തുടങ്ങാൻ പറ്റാത്ത ആളുകൾക്ക് ഒരു 35-40 എന്ന് പറയുന്ന ഒരു മിഡിൽ ഏജ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ആ ഒരു പ്രായത്തിന്റെ സമയത്ത് പോലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്, അല്ലെ? അവർക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 35 വയസ്സുള്ള ഒരാൾക്ക് പോലും അടുത്ത 20-25 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. പക്ഷെ ഈ ഒരു പ്രായത്തിൽ നിങ്ങളുടെ സേവിങ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണെങ്കിൽ 20-25 വർഷത്തേക്ക് വലിയൊരു കോർപ്പസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര അങ്ങോട്ട് ഈസി ആയിരിക്കില്ല. ഇതിന് എന്താണ് വേണ്ടത്? വളരെ കൃത്യമായിട്ടുള്ള ഡിസിപ്ലിനും
വളരെ കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അപ്രോച്ചുമാണ്. എങ്ങനെയാണ് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഡിസിപ്ലിനും അതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അപ്രോച്ചും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യവും നമ്മൾ ഒരുക്കി വെക്കണം. അതായത് ഒരു എമർജൻസി ഫണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. എമർജൻസി ഫണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത്യാവശ്യമായിട്ട് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹ്യൂജ് എമൗണ്ട് വേണം എന്ന് പറയുന്ന ഒരു സാഹചര്യം പെട്ടെന്ന് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പണത്തിനായിട്ട് നെട്ടോട്ടം ഓടരുത്. അത്രയും കാലം നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ച തുക ഇപ്പുറത്തേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതിനു വേണ്ടിയിട്ടാണ് എമർജൻസി ഫണ്ട് ഉണ്ടാവണം എന്ന് പറയുന്നത്. എന്താണ് എമർജൻസി ഫണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ഒരു വർഷത്തെ ശമ്പളം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 6 മാസത്തെ ശമ്പളമെങ്കിലും കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു കോർപ്പസ് ആയിട്ട് ഉണ്ടാവണം. ദാറ്റ് ഷുഡ് ബി അൺടച്ച്ഡ്. അതായത് എമർജൻസി അല്ലാത്ത സമയത്ത് യാതൊരു തരത്തിലും ആ പണം ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടും, ഒരു ലക്ഷറിക്കായിട്ടായാലോ ഇൻവെസ്റ്റ്മെന്റിനായിട്ടായാലോ എന്തെങ്കിലും യാത്ര അതുപോലുള്ള കാര്യങ്ങൾക്കായാലോ എന്ത് കാര്യത്തിനും ആ ഒരു പണം ഒരു കാരണവശാലും നിങ്ങൾ തുടരുത്. അത് എമർജൻസി ഫണ്ടാണ്. എന്തെങ്കിലും തരത്തിലുള്ള അത്രയ്ക്കും ഒഴിവാക്കാൻ പറ്റാത്ത എമർജൻസി എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ ഈ ഒരു ഫണ്ട് നിങ്ങൾ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. സോ ഇത്തരത്തിലൊരു എമർജൻസി ഫണ്ട്, ഒരു കോർപ്പസ്, ഒരു 6 മാസത്തെ അറ്റ്ലീസ്റ്റ് 6 മാസത്തെ ഇൻകം നിങ്ങൾക്ക് എടുത്തു വെക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ ഗുഡ് തിങ്. അതാണ് ഈ ഒരു ഏജിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ, നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ്, നമുക്കോ നമ്മുടെ ഫാമിലി ആളുകൾക്കോ എന്തെങ്കിലുമൊക്കെ ഒരു ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ വന്നാൽ അതുവരെ ഉണ്ടാക്കിയെടുത്ത പണമെല്ലാം ചടപടേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് തീരും. നമ്മൾ ഒരു 2-3 ദിവസം അഡ്മിറ്റ് ആയാൽ തന്നെ മതി. ആ ചാർജ്, ICU ചാർജ്, റൂം ചാർജ്, മറ്റേ ചാർജ്, മറിച്ച് ചാർജ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചാർജുകൾ വന്ന് ബില്ല്, ഒരു വലിയ കൊട്ടക്കണക്കിന് ബില്ല് നമ്മുടെ കയ്യിൽ അവർ കൊണ്ടുതരും. അപ്പോൾ ഈ കൊണ്ടുതരുന്ന സമയത്ത് നമുക്ക് അടക്കാൻ വേണ്ടി പണം വേണ്ടേ? ഈ പണം നമ്മളുടെ കയ്യിൽ, നമ്മൾ ഈ സേവിങ്സ് ആക്കി വെച്ച എമൗണ്ടോ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച എമൗണ്ടോ അല്ലെങ്കിൽ എമർജൻസി ഫണ്ട് ആക്കി വെച്ച എമൗണ്ടോ ഒരു കാരണവശാലും യൂസ് ചെയ്യരുത്. അങ്ങനെ യൂസ് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാതെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഹോസ്പിറ്റൽ ബില്ലും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്നത്? അതാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാ വ്യക്തികളും കൃത്യമായിട്ട് എടുക്കേണ്ട ഒന്നാണ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹോസ്പിറ്റൽ എമർജൻസിയോ കാര്യങ്ങളോ വന്നാൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചിലവ് വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ബുദ്ധിമുട്ടിലാക്കും. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ നല്ല കൃത്യമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഹെൽത്ത് ഇൻഷുറൻസ് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു, ഇൻ കേസ് നമുക്ക് നിർഭാഗ്യവശാൽ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം ഒരു തരത്തിലും സാമ്പത്തികമായിട്ട് പിന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതിനൊരു ടേം ഇൻഷുറൻസും, ഒരു ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലയബിലിറ്റി ഉണ്ട്, അതായത് ഹോം ലോൺ ഉണ്ട്, അതെങ്കിൽ വെഹിക്കിൾ ലോൺ ഉണ്ട്, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ലയബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ടേം പ്ലാൻ ഈ ഒരു ലയബിലിറ്റിയും കവർ ചെയ്യുന്നു എന്നത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഡോണ്ട് ജസ്റ്റ് സേവ് യുവർ മണി, ഇൻവെസ്റ്റ് അക്കോർഡിംഗ് ടു യുവർ ഏജ്. നിങ്ങളുടെ പ്രായത്തിന് കണക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പണം വെറുതെ ഒരു സ്ഥലത്ത് സേവ് ചെയ്തുകൊണ്ട്, ഏതെങ്കിലും സേവിങ്സ് അക്കൗണ്ടിൽ സേവ് ചെയ്തുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പണം ഒരു തരത്തിലും, ദാറ്റ് മണി വിൽ നോട്ട് വർക്ക് ഫോർ യു. നമ്മുടെ പണം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണം, അല്ലേ? അങ്ങനെ പണം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കൂടി ഒരു കോർപ്പസ് ആയി മാറുകയുള്ളൂ. സോ നിങ്ങളുടെ പ്രായത്തിന് അനുസരിച്ച് കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ തിരഞ്ഞെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ നിങ്ങൾ 35 വയസ്സുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? അഗ്രസീവായിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ് ചെയ്യേണ്ട ഒരു സമയമാണത്. ഓൾറെഡി വൈകി പറഞ്ഞിട്ട് കാര്യമില്ല, പല സാഹചര്യങ്ങളെ കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വരാം. പക്ഷേ ഇഫ് യു ആർ അറ്റ് യുവർ 35, നിങ്ങൾ 35ന്റെ തുടക്കത്തിൽ തന്നെ ആണെങ്കിൽ പോലും നിങ്ങൾ വളരെ അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് 50-30-20 എന്ന് പറയുന്ന ഒരു പേഴ്സണൽ ഫിനാൻസ് റൂൾ ഫോളോ ചെയ്യാം. എന്താണ് 50-30-20 എന്ന് പറയുന്നത്? നിങ്ങളുടെ പ്രതിമാസ വരുമാനത്തിന്റെ 50% പോവേണ്ടത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ നീഡ്സിനും അതുപോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള ചിലവുകൾക്കും, നിങ്ങളുടെ ആവശ്യങ്ങൾ, വീട്ടിലേക്കുള്ള ചിലവ്, ഇലക്ട്രിസിറ്റി ബില്ല്, ആ ബില്ല്, ഈ ബില്ല്, അങ്ങനെ എസെൻഷ്യൽ ആയിട്ടുള്ള ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ വരുമാനത്തിന്റെ 50% ആയിരിക്കണം ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ ചെലവഴിക്കേണ്ടത്. അടുത്ത 30% എന്ന് പറയുന്നത് നിങ്ങളുടെ വാണ്ട്സ്, നിങ്ങളുടെ ആവശ്യങ്ങളിലേക്കാണ്. ആവശ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷറി, അതായത് സിനിമയ്ക്ക് പോകാം, പുറത്തു നിന്നുള്ള ഭക്ഷണം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, യാത്ര, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങളുടെ ശമ്പളത്തിന്റെ 30% നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബാക്കി വരുന്ന 20% ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകേണ്ടത്. സോ 50% പോകേണ്ടത് എക്സ്പെൻസസിലേക്ക്, 30% പോകേണ്ടത് വാണ്ട്സിലേക്ക്, അതായത് നമ്മുടെ ലക്ഷറിയും കാര്യങ്ങളിലേക്ക്, ബാക്കി 20% എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതാണ് 50-30-20 റൂൾ ഇൻ പേഴ്സണൽ ഫിനാൻസ്. പക്ഷേ നിങ്ങൾ 35 വയസ്സ് പ്രായമുള്ള ഒരാളാണെങ്കിലോ നിങ്ങൾ ഈ 20% സേവിങ്സ് എന്ന് പറയുന്നത് അത്ര കണ്ട് പോരാതെ വരും. ഈ ഒരു പ്രായത്തിൽ ഐഡിയലി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വരുമാനത്തിന്റെ 50% സേവിങ്സിലേക്ക് മാറ്റി വെക്കാൻ സാധിക്കണം എന്നതാണ്. അത് ഓരോരാൾക്കും ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. എല്ലാവർക്കും അത് പ്രാക്ടിക്കലി പോസിബിൾ ആയി എന്ന് വരില്ല. പല സാഹചര്യങ്ങളും പല ലയബിലിറ്റികളും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഉണ്ടാകും. പക്ഷേ
ഇത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 50% നിങ്ങൾക്ക് സേവിങ്സിലേക്ക് മാറ്റിവെക്കാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? നമുക്കിത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കിയാലോ? അതിന് ചില വഴികളുണ്ട്. അതായത് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ കുറയ്ക്കുക. നിങ്ങളുടെ വാൺസ്, നേരത്തെ പറഞ്ഞ ലക്ഷറി കാര്യങ്ങളൊക്കെ അതൊന്ന് കുറച്ചു കൊണ്ടുവരിക. അതുപോലെ തന്നെ നിങ്ങളുടെ നീഡ് ഉണ്ടല്ലോ, അത്യാവശ്യമായിട്ടുള്ള എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും പറ്റുമെങ്കിൽ കൺട്രോൾ ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒരു 50% എമൗണ്ട് വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധ്യമാണ് എന്ന് തന്നെ പറയാം. ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ വീക്കെൻഡ് ട്രിപ്പ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഡിന്നർ അതൊക്കെ ഒഴിവാക്കുക. അതായത് 4 പേരിലുള്ള ഒരു കുടുംബം പുറത്ത് പോയി ഫുഡ് കഴിച്ചാൽ തന്നെ ഏകദേശം 2,500-3,000 രൂപയ്ക്ക് അവിടെ പോയി കിട്ടും. അതൊക്കെ പരമാവധി ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ ഒരു ചെലവൊക്കെ നമുക്ക് ചുരുക്കാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇൻവെസ്റ്റ്മെന്റിന് മുമ്പായിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഗോൾ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്താണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ? നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമോ ഹയർ എഡ്യൂക്കേഷനോ വിവാഹമോ ആണോ? അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീട് വെക്കണം അല്ലെങ്കിൽ ഒരു ഹൗസ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണോ? അതുമല്ലെങ്കിൽ നിങ്ങൾ റിട്ടയർമെന്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് സമാധാനമായി ജീവിക്കേണ്ടത്, എങ്ങനെയാണ് സാമ്പത്തിക പ്രശ്നമില്ലാതെ ജീവിക്കേണ്ടത്, അത്തരത്തിലുള്ള കാര്യമാണോ? അങ്ങനെ ഫിനാൻഷ്യൽ ഗോൾ വളരെ കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഗോളിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ആ ഒരു ഐഡിയ മുന്നിൽ കണ്ടുവേണം നിങ്ങൾ നിങ്ങളുടെ സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ ഓരോ ഫിനാൻഷ്യൽ ഗോളിനും ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എത്രത്തോളം സമയമാണ് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് എനിക്കുള്ളത്? അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ചെലവ് എത്രയാണ്? ഉദാഹരണത്തിന് എനിക്കൊരു വീട് വെക്കണം എന്നിരിക്കട്ടെ. എൻ്റെ ഒരു ഡ്രീം ഹോം ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ഇപ്പോഴാണ് ശ്രമിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴാണ് ഞാൻ ആ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ എത്രയായിരിക്കും അതിന് ചെലവാകുന്നത്? ഈ ഒരു ചെലവാകുന്ന പണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീട് വെക്കാൻ എനിക്ക് ഇത്ര എമൗണ്ട് ചെലവാകുമെങ്കിൽ അടുത്ത 10 വർഷം കഴിഞ്ഞാൽ ഇതേ വീട് വെക്കണമെങ്കിൽ എത്രത്തോളം എനിക്ക് ചെലവാകും? സോ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറയുന്ന ഫാക്ട് നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഈ ഒരു ഫാക്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്ത 10 വർഷത്തേക്ക് ഉള്ള ഒരു ഇൻഫ്ലേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളുടെ സേവിങ്സ് നിങ്ങൾ പ്ലാൻ ചെയ്യാൻ. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ മകളുടെ വിവാഹമാണ് നിങ്ങളുടെ ഗോളാക്കി നിങ്ങൾ വെക്കുന്നത് എന്ന് വിചാരിക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് ചെലവാകുന്ന തുക 20 ലക്ഷം എന്നിരിക്കട്ടെ. ഏകദേശ കണക്കാണ് ഞാൻ പറയുന്നത്. 20 ലക്ഷം കൂടാം കുറയാം, എങ്ങനെ വേണമെങ്കിലും ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. എങ്ങനെ വേണമെങ്കിലും ചെലവ് നടത്തി വിവാഹം ചെയ്യാം, അതൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. പക്ഷേ 20 ലക്ഷം എന്നൊരു കണക്കിൽ നമ്മൾ പറയുന്നു. 7% ഇൻഫ്ലേഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം. 10 വർഷത്തിന് ശേഷം നിങ്ങളുടെ മകളുടെ വിവാഹം നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ന് ഉള്ള 20 ലക്ഷം രൂപ എന്ന് പറയുന്നത് ആ 10 വർഷത്തിന് ശേഷം 40 ലക്ഷം രൂപയാക്കിയിട്ട് വേണം നിങ്ങൾക്ക് ചെലവഴിക്കാനായിട്ട്. ഈ ഒരു കേസിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു 40 ലക്ഷം രൂപ 10 വർഷത്തിന് ശേഷം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഏകദേശം 17,250 രൂപ നിങ്ങൾ SIP ലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് SIP ലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 12% റിട്ടേൺ കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഏകദേശം 10 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് 40,88,000 രൂപ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്ത ചോദ്യം സ്വാഭാവികമായിട്ടും ഇതായിരിക്കും, എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ റിട്ടേൺ വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അതിനകത്ത് റിസ്ക്കും ഇൻവോൾവ് ആണ്. ഇനി അതല്ല നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ ധാരാളം ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള ധാരാളം ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ അവൈലബിൾ ആണ്. PPF പോലെയുള്ള, സുകന്യ സമൃദ്ധി യോജന പോലെയുള്ള, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം പോലെയുള്ള ധാരാളം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ റിസ്ക് കപ്പാസിറ്റിയെ അനുസൃതമായിരിക്കും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ചോയ്സ്. സോ ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 35 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഒരുപാട് ലേറ്റ് ആയി എന്നുള്ളത്. ലേറ്റ് ആയിട്ടേ ഇല്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെയുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഡിസിപ്ലിനൂടെയും സാമ്പത്തിക അച്ചടക്കത്തിലൂടെയും പോകാൻ നിങ്ങൾക്ക് സാധ്യമാവുകയാണെങ്കിൽ 50% ഓഫ് യുവർ ഇൻകം ഇഫ് യു ക്യാൻ മൂവ് ഇൻ ടു യുവർ ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയൊരു കോർപ്പസ് ആഫ്റ്റർ 15-20 ഇയേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ടും എഴുതാവുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്കും എത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.